ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഒരു രാവിലെ ഷൂട്ടിംഗ് ആണെന്ന് വിചാരിച്ചു. ഞാനിന്ന് എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ എത്ര മണിക്ക് എണീറ്റ് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. കാരണം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എണീറ്റ ഉടനെ തന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. ബ്രഷിങ് അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. നിങ്ങൾ എൻ്റെ മുഖക്കുരു ശ്രദ്ധിച്ചോ ഗൈസ്? ഇതിപ്പം ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ പലതരം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തു, പക്ഷേ വരും പോകും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ വേഗം തന്നെ കാശിക്കുട്ടനെ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് മൂത്ത ബ്രഷ് ചെയ്യുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടുപേരും നല്ല രീതിയിൽ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ ലീവുള്ള ദിവസം മാക്സിമം ടൈം കാശിക്കുട്ടൻ്റെ കൂടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. അങ്ങനെ അവനൊരു ക്ഷണക്കത്ത് എടുത്തിട്ട് അതിൽ ഞാൻ കാശിമോനെന്ന് എഴുതി തരാമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുത്തി വരക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അവൻ്റെ എല്ലാ കളിപ്പാട്ടങ്ങളും എടുത്ത് അവനിങ്ങനെ വാരി വിതറും. ഇതൊക്കെ അവൻ്റെ മെയിൻ ഹോബീസാണ്. അങ്ങനെ അച്ഛൻ പുറത്ത് പോകുന്നത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനും അച്ഛൻ്റെ കൂടെ പുറത്ത് പോയിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ കയറി പറ്റിയിട്ടുണ്ട്. സോപ്പിടാൻ വേണ്ടി ഉമ്മ ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത്. പോയി വരുന്ന വഴിക്ക് ഐസ്ക്രീമും സിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഗൈസ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ ആയതുകൊണ്ട് കാശിക്ക് കൊടുത്തില്ല. അതിലൊരു ഓറിയോൻ്റെ സിപ്പപ്പ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് രാവിലെ വെറും വയറ്റിൽ അതങ്ങ് കഴിച്ചു. എനിക്ക് പിന്നെ സിപ്പപ്പ് കഴിക്കാൻ സമയമൊന്നും വേണ്ടല്ലോ. അങ്ങനെ മൂത്തമ്മ മുറ്റം അടിക്കുകയല്ലേ അമ്മേ, ഞാനും പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാശി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്. കൂട്ടത്തിലൊരു വടി എടുത്ത് അടിക്കുകയാണ്. ഇനി ഇതൊന്നും കഴിഞ്ഞിട്ട് വേണം അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ, ബൈ ബൈ, സീ യു.